ഓക്കെ, നമുക്കിനി നമ്മുടെ സെമസ്റ്റർ 1-ല് നമ്മുടെ ലാസ്റ്റ് പാഠമായിരുന്നു അല്ലേ, 6ാമത്തെ പാഠം എടുത്തോണ്ടിരിക്കുകയായിരുന്നു നമ്മള്. നമുക്ക് ആ പാഠം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 6th lesson, we'll complete that 6th lesson and then we'll go to semester 2. അതുപോലെ നമ്മൾ പകുതി വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയും കൂടെ പഠിച്ചിട്ട് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Okay, so we learned up to waiver bird അല്ലേ? waiver bird വരെ പഠിച്ചില്ലായിരുന്നു നമ്മള്? എന്റെ ഒരു റെസ്പോൺസും തരാത്ത ആരും? നമ്മൾ waiver bird വരെ പഠിച്ചില്ലേ? യെസ്, ആവണി said yes. Okay. Okay, Nikhara also remembers. അന്ന് പിന്നെ ഞാനും ഓർക്കുന്നുണ്ട് നെഞ്ചില്. ആ, ഇവരെല്ലാം ഓർക്കുന്നുണ്ടെങ്കിൽ ഞാനും ഓർക്കുന്നുണ്ടെന്ന് ടോഷനും പറഞ്ഞു. ഓക്കെ, എന്താ ജൂലിയറ്റ്? പറ. ശബ്ദം കൊണ്ട് എനിക്ക് മിസ് പറയുന്ന കേൾക്കുന്നില്ല. ആ, മാനസിന് ശബ്ദം കൂടുതലാണ്. മിസ് ഒരു കാര്യം ചെയ്യാവേ, ഒരു മിനിറ്റ്. കുറച്ച് പറഞ്ഞില്ലേ? Okay. Then next is Tailor bird. So Tailor bird. നോക്കാം. The Tailor bird stitches 2 leaves together with its beak using a thread or wool. എന്താണ്? ബേർഡ്സിലും തയ്യൽക്കാരുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല തയ്യൽക്കാരുള്ളത്, ബേർഡ്സിന്റെ ഇടയിലും തയ്യൽക്കാരുണ്ട്. Okay. The tailor bird stitches 2 leaves together. 2 ഇലകൾ അവര് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എങ്ങനെ? യൂസിങ് എ ത്രെഡ് ഓർ വൂൾ. അവിടെ കണ്ടോ, അവര് കൂടുണ്ടാക്കിയേക്കുന്ന കണ്ടോ? ഒരു ത്രെഡോ അല്ലെങ്കിൽ വൂളോ ഉപയോഗിച്ച് അവര് 2 ലീവ്സിനെ ഒന്നിച്ച് തുന്നിച്ചേർക്കുന്നു. The nest is made cozy with cotton wool, soft fibers and hair. എന്താണ്? ആ 2 ഇലകള് തുന്നിച്ചേർത്ത് അവര് കൂടുണ്ടാക്കിയതിനു ശേഷം അതിനകത്ത് അവര് എന്തെല്ലാം സാധനങ്ങളാണ് ഫില്ല് ചെയ്യുന്നത് നോക്കിയേ. കോട്ടൺ വൂൾ, സോഫ്റ്റ് ഫൈബേഴ്സ് ആൻഡ് ഹെയർ അല്ലേ? അപ്പൊ അതെല്ലാം വെച്ച് ആ കൂടിനെ നല്ല അവര് സോഫ്റ്റ് ആക്കി എടുക്കുന്നു. നെക്സ്റ്റ്, vulture. The vulture collects a few sticks and puts them together high up on a large tree. The tree looks like a shallow cup. Sorry, the nest looks like a shallow cup. അപ്പൊ vulture എന്താ ചെയ്യുന്നത്? വളരെ ഉയരമുള്ള ഒരു മരത്തില് എന്താ ചെയ്യുന്നത്? Collects a few sticks and puts them together high up on a large tree. ഒരു വലിയ ട്രീയുടെ, ഉയരമുള്ള ഒരു വലിയ ട്രീയുടെ മുകളില് കുറെ സ്റ്റിക്സ് അവര് എടുത്ത് എന്താ ചെയ്യുന്നത്? അതിലാണ് അവര് കൂട് കൂട്ടുന്നത്. The nest looks like a shallow cup. നോക്കിക്കേ, അതിന്റെ പിക്ചർ തന്നെ കണ്ടോ? Next is woodpecker. A woodpecker uses its chisel-shaped beak to make a hole in the tree trunk. അല്ലേ? മരത്തിന്റെ ട്രങ്കിലാണ് woodpecker കൂടുണ്ടാക്കുന്നത്. It takes several weeks to make its nest. 1-2 ദിവസമല്ല, several weeks അത് എടുക്കുന്നുണ്ട് അതിന്റെ കൂടുണ്ടാക്കാൻ. The nest is lined with wooden chips to make it cozy. Okay, wooden chips കൊണ്ട് അതിനെ നല്ല സോഫ്റ്റ് ആക്കി തീർക്കുന്നു. Next is penguin. Unlike most birds, penguins are birds that cannot fly. Penguins birds ആണ്, പക്ഷെ അവർക്ക് ഫ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. Penguins use stones to make their nest. അവര് സ്റ്റോൺ ഉപയോഗിച്ചാണ് അവരുടെ കൂട് ഉണ്ടാക്കുന്നത്, പെൻഗ്വിൻസ്. അപ്പൊ എന്താ പെൻഗ്വിൻസിന്റെ പ്രത്യേകത? Though they are birds, they cannot fly. അവര് ബേർഡ്സ് ആണ്, പക്ഷെ പോലും അവർക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
Next, cuckoo. The cuckoo does not make a nest. കുക്കുവിന്റെ പ്രത്യേകത അവര് കൂടുണ്ടാക്കില്ല. പിന്നെയോ it lays its eggs in the nest of another bird. ഏതെങ്കിലും മറ്റൊരു പക്ഷിയുടെ കൂടിനകത്ത് അത് പോയി മുട്ടയിടുന്നു. Even when the baby cuckoo hatches, the bird does not come to know about it and feeds it like its own baby. Even when the baby cuckoo hatches, the other bird does not come to know about it and feeds it like its own baby. അപ്പോ മറ്റൊരു പക്ഷിയുടെ കൂട്ടിലാണ് ഈ കൊക്കു പോയിട്ട് മുട്ടയിടുന്നത്. മുട്ട ഇടുന്നത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നോക്കുന്നില്ല. അപ്പൊ ഏതാണ്, വേറെ ഏതെങ്കിലും ഒരു പക്ഷിയുടെ കൂട്ടിലായിരിക്കാം. ആ പക്ഷി ഈ മുട്ടയ്ക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നു. കാരണം അത് അറിയുന്നില്ല, അത് അതിന്റെ മുട്ടയല്ല എന്നുള്ളത് അതിന് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയാണ് കുക്കുവിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ? ഇനി എങ്ങനെയാണ് ഈ ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ബേർഡ്സ് ആർ ദ ഓൺലി ആനിമൽസ് ദാറ്റ് ഹാവ് ഫെദേഴ്സ്. ചിറകുള്ള ഏക ആനിമൽ അതാണ്. ദേ നീഡ് ഫെദേഴ്സ് ടു ഫ്ലൈ. അവർക്ക് പറക്കാൻ ചിറക് ആവശ്യമാണ്. The two types of feathers cover the body of a bird: flight feathers and down feathers. Flight feathers are long and flat. അപ്പൊ ഈ ബേർഡ്സിന്റെ ശരീരത്തിൽ രണ്ട് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് ആണ് ഉള്ളത്, ചിറകുകൾ ഉള്ളത്. ഏതൊക്കെയാണ്? ഫ്ലൈറ്റ് ഫെദേഴ്സ് ആൻഡ് ഡൗൺ ഫെദേഴ്സ്. ഫ്ലൈറ്റ് ഫെദേഴ്സും ഡൗൺ ഫെദേഴ്സും. ഇനി ഫ്ലൈറ്റ് ഫെദേഴ്സ് ആർ ലോങ് ആൻഡ് ഫ്ലാറ്റ്. ലോങ് ആണ്, നല്ല ഫ്ലാറ്റും ആണ്. ഏത് ഫെദേഴ്സ്? ഫ്ലൈറ്റ് ഫെദേഴ്സ്. They are found in the wings and tail of a bird. അപ്പോ ഈ ഫ്ലൈറ്റ് ഫെദേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? They are found in the wings. വിങ്സിലും പിന്നെയോ tail of the bird, അവിടെ കാണപ്പെടുന്ന ഭാഗം, അതാണ് ഫ്ലൈറ്റ് ഫെദേഴ്സ് കാണപ്പെടുന്നത്. Down feathers are small and fluffy. It makes a soft layer over bird's body to keep them warm. അതിന്റെ ശരീരത്ത് കാണുന്ന മറ്റ് ചെറിയ തൂവലുകളാണ് എന്ത്? ഡൗൺ ഫെദേഴ്സ്. Okay. The wings of a bird are attached to its body with the help of strong muscles. അപ്പോ അതിന്റെ വിങ്സ് അല്ലെ, അതിന്റെ വിങ്സ് അതിന്റെ ബോഡിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പറയുന്നത്? The wings of a bird are attached to its body with the help of strong muscles. With the help of strong muscles. Then these muscles help to move the wings up and down or forward and backward. ഈ മസിൽസ് ആണ് അതിന്റെ വിങ്സിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. എങ്ങനെ? അപ്പ് ആൻഡ് ഡൗൺ ഓർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അപ്വേർഡും, അപ്പിലും ഡൗണും ഫോർവേഡും മുൻപോട്ടും പുറകോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നതിനെ സഹായിക്കുന്നത് അതിന്റെ വിങ്സിനെ സഹായിക്കുന്നതിന്റെ മസിൽസ് ആണ്. ഓക്കെ, ബേർഡ്സ് യൂസ് their wings for two types of movements: upstroke and downstroke. അതിന് വിങ്സിനെ അത് ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ്സ് നോക്കി? അപ്സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക്. നോക്കി, on the upstroke the wings move upward and backward. On the downstroke the wings move downward and forward. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്താ പറഞ്ഞെന്ന് വെച്ചാല് ബേർഡ്സ് യൂസ് their wings for two types of movements. രണ്ട് തരത്തിലുള്ള ചലനങ്ങൾക്കാണ് അതിന്റെ വിങ്സിനെ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ രണ്ട് ചലനങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? അപ്സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക്. അത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഇനി എന്താണ് ഈ അപ്സ്ട്രോക്ക് എന്ന് പറഞ്ഞാലും എന്താണ് ഈ ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാലും എന്നാണ് ഇനി പറയുന്നത്. On the upstroke the wings move forward, upward and downward. മുകളിലോട്ടും താഴോട്ടും, അല്ലെ? മുകളിലോട്ടും താഴോട്ടുമുള്ള ബേർഡിന്റെ മൂവ്മെന്റ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? അപ്സ്ട്രോക്ക്. ഇനി ഡൗൺ സ്ട്രോക്ക് the wings move downward and forward. താഴോട്ടും ഫോർവേഡ്, മുൻപോട്ടും, താഴോട്ടും മുൻപോട്ടും പോകുന്നതാണ് ഡൗൺ സ്ട്രോക്ക്. അപ്സ്ട്രോക്ക് എന്താണ്? അപ്വേർഡ്, അല്ലെ? മുകളിലോട്ടും താഴോട്ടും. ഡൗൺ സ്ട്രോക്കോ ഡൗൺ വേർഡിലും താഴോട്ടും മുൻപോട്ടും പോകുന്ന മൂവ്മെന്റ്സ്. ഓക്കെ, then a bird has a very light body, so it helps the bird to fly.
Its bones are made up of thin plates and hollow tubes. അപ്പോ ഈ ബേർഡിന് എന്താണ് അതിന്റെ ബോഡി ഭയങ്കര ലൈറ്റ് ആണ് അല്ലേ, ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ബോൺസ് ആർ മേഡ് അപ്പ് ഓഫ് തിൻ പ്ലേറ്റ്സ് ആൻഡ് ഹോളോ ട്യൂബ്സ്. അതിന്റെ ബോൺസിനും വലിയ കനമൊന്നും ഇല്ല, അതുകൊണ്ടാണ് അതിന് ഫ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ ബോൺസ് ഹാവ് എ സ്പെഷ്യൽ ഷേപ്പ്. അപ്പോ ഈ ബേർഡ്സിന്റെ ഒട്ടുമിക്ക ബോൺസിനും ഒരു സ്പെഷ്യൽ ഷേപ്പ് ഉണ്ടെന്നാ പറയുന്നത്. എന്താ? ഇറ്റ് ഈസ് ദിസ് ഷേപ്പ് വിച്ച് ഗിവ്സ് സ്ട്രെങ്ത് ടു ദ ബേർഡ്സ് ബോഡി ടു ഫ്ലൈ. അപ്പോ ഈ മോസ്റ്റ് ഓഫ് ദ ബോൺസ് ഓഫ് ദ ഈ ബേർഡ്സിന്റെ മോസ്റ്റ് ഓഫ് ദ ബോൺസിന് ഷേപ്പ് ഉണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഷേപ്പാണ് എന്ത് ചെയ്യുന്നത്? ആ ബേർഡിന്റെ ബോഡിക്ക് ഫ്ലൈ ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്. Its boat-shaped body helps it to cut through the air while flying. അതിന്റെ boat-shaped body. ഇതുണ്ടോ? പിന്നെ പിക്ചേഴ്സ് കൊടുത്തേക്കുന്നുണ്ടോ ബേർഡ്സിന്റെ? അവരുടെ ആ ബോഡി ഷേപ്പ് അതാണ് അതിനെ ഫ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. A bird's tail helps it to change direction during flight. അത് പറക്കുന്ന സമയത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് അതിന്റെ ടെയിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. Now you know a lot about birds. If you see a nest with eggs in it, do not disturb it. ഇപ്പൊ നമ്മൾ കുറെ ബേർഡ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നിങ്ങൾ ഒരു പക്ഷിക്കൂടും അതിനകത്ത് കുറെ മുട്ടകളും കണ്ട എന്താ ചെയ്യുന്നേ? എങ്ങനെയെങ്കിലും ആ കൂടൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റുമോ നോക്കൂ അല്ലേ? അങ്ങനെയല്ലേ ഷാനി ചെയ്യുന്നേ? അതിനകത്തെ ആദ്യത്തെ ജോയലെ മരക്കൊമ്പിന്റെ മുകളിൽ ഒരു പക്ഷിക്കൂട് കണ്ടാല് അതിനെ എങ്ങനെയൊന്ന് ഇളക്കിയെടുക്കാന്നാണ് വിചാരിക്കുക അല്ലേ? ഏതെങ്കിലും ഒക്കെ വഴി നോക്കി. ഇനി ഒരു വഴിയും കിട്ടിയില്ലെങ്കിൽ ഒരു കൊമ്പെടുത്ത് കുത്തി താഴെയിടാനെങ്കിലും നോക്കും അല്ലേ? ഓക്കെ, സോ അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? ഇഫ് യു സീ എ നെസ്റ്റ് വിത്ത് എഗ്സ് ഇൻ ഇറ്റ്, ഡു നോട്ട് ഡിസ്റ്റർബ് ഇറ്റ്. നിങ്ങൾ ഒരു പക്ഷിക്കൂട്ടിൽ കുറെ മുട്ടകളൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ടാല് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്താ ജൂലിയറ്റ്? ജൂലിയറ്റ് പക്ഷി പിടിക്കാൻ പോവാണോ? അത് അൺമ്യൂട്ട് ആയില്ല കുഞ്ഞ്, അൺമ്യൂട്ട് ആക്ക്. മിസ്സേ വീണ്ടും മാനസത്തിന് ശബ്ദം കൂടി. മാനസന് എന്നാ ചെയ്യണ്ടേ പറഞ്ഞേ? എണീപ്പിച്ചു വിട്ടാലോ ഇവിടുന്ന്? എണീപ്പിച്ചു വിട്ടാലോ ജോലിയട്ടെ? മാനസനോട് പറയാം കേട്ടോ. നിങ്ങൾ 3rd ക്ലാസ്സുകാര് മിസ്സിനെ ഒന്ന് കാണാനിരിക്കുവാന്ന് കേട്ടോ. ഓക്കെ, അപ്പോ എന്താ നമ്മൾ പറയുന്നത്? സോ ഇപ്പൊ ഒരു പക്ഷിക്കൂട്, മുട്ടകളോട് കൂടിയ ഒരു പക്ഷിക്കൂട് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? വാച്ച് ഇറ്റ് എവറി ഡേ. എല്ലാ ദിവസവും നോക്കാം, കുഴപ്പമൊന്നുമില്ല. സൂൺ യു വിൽ സീ ലിറ്റിൽ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ്. അതിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതെ തള്ളി താഴെ ഇടുകയൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ കുറെ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പക്ഷിക്കുഞ്ഞിനെ കാണാൻ പറ്റും. ഓക്കെ, വാച്ച് ദ ബേർഡ്സ് ഗ്രോ. അതിന്റെ വളർച്ച നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. റിമെമ്പർ, ഓൾവേസ് വാച്ച് ബേർഡ്സ് quietly and from a distance so as not to disturb them. അപ്പോ അവരെ വാച്ച് ചെയ്യുന്നത് എങ്ങനെ വേണം? അടുത്ത് പോയി തൊട്ട് തലോടൊന്നും ചെയ്യാനല്ല പറയുന്നത്, ദൂരെ നിന്ന് അവര് പോലും അറിയാതെ അവരെ വാച്ച് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ.
Okay. മിസ് വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ ക്ലാസ്സിലുണ്ടെങ്കിൽ. ആരാധ്യ പ്രജിത്ത് ക്ലാസ്സിലുണ്ടോ? ഇല്ല. ആദിത് കെ വി? യെസ്. ഓക്കെ. അലൻ പി സാംസൺ ഉണ്ടോ? ഇല്ല. അസിയ സഫ? യെസ്. ആവണി മഹേഷ്? യെസ് ഉണ്ട്. ഷഹ്മാവി? ഷഹ്മാവി ഉണ്ടോ? യെസ്. ജുവൽ റോസ്? യെസ്. ജെബിൻ? യെസ്. ജോമൽ ജോയ് ഉണ്ടോ? ഇല്ല. ജൂലിയറ്റ് ഉണ്ട്. നിദ ഫാത്തിമ? യെസ്. നിഹാര? യെസ്. റിലു? റിലു ഇല്ലേ? യെസ്. സെൽന എലിസബത്ത്? യെസ്. സിദ്ധാർത്ഥ് കൃഷ്ണ? സിദ്ധാർത്ഥ് കൃഷ്ണ ഇല്ലേ ഇന്ന് ക്ലാസ്സില്? ടോഷിനുണ്ട്. ഓക്കെ. അലൻ മാത്യു? യെസ്. ബെനീറ്റ? ഓക്കെ. ജോയൽ ജോസഫ് ഉണ്ട്. ജൊഹാന? ഇല്ല. എഡ്വിൻ തോമസും ക്ലാസ്സിലില്ല. ഷാൻ ഉണ്ട്. ഓക്കെ. ഏഞ്ചൽ റോസ്? ഓക്കെ. ഫൈസ് ഉണ്ടോ? യെസ്. ഫവാസ്? ഓക്കെ. എയ്മി റോസ്? ഇല്ല. അജിസൽ ഓൾസോ ഇല്ല. നജ? നോ. ഫാത്തിമയം? നോ. ഡയോണ? ഇല്ല. ആരോൺ? ഇല്ല. സാമുൽ? ആൻജോ ജോസ്? ഇല്ല. ഓക്കെ. ഓക്കെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാം. ഓക്കെ. എന്താ ഷഹ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. ഓക്കെ എന്നാലേ. എന്താ ആവണി? അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഇത് പഠിപ്പിച്ചിനാ?
നമ്മളെ അതിന്റെ ബാക്കി എടുത്തതല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അവിടെ വരെ എടുത്തതാ. ഇത് നമ്മള് ടൈലർ ബേർഡ് മുതൽ അല്ല ടീച്ചർ ഇത്ര വരെ എടുത്തിട്ടോ? ഇതിന്റെ അപ്പുറം എടുത്തിട്ടോ? എവിടം വരെ? വേവർ ബേർഡ് വരെ പഠിച്ചതല്ലേ നമ്മള്? ടൈലർ ബേർഡ് മുതലല്ലേ ഇന്ന് പഠിപ്പിച്ചത്? അതാ അത് പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. ഇതാ പഠിപ്പിക്കാൻ ബാക്കിയുണ്ടായി. ഇത് പഠിപ്പിക്കാനുണ്ടായി. അതെയാ? ഇത് ടീച്ചർ ഇന്ന് പഠിപ്പിച്ചില്ലേ ടീച്ചർ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം കേട്ടോ. പിന്നെ നമുക്ക് സെമിസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യാം. സെമിസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇനി മുതൽ അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിക്കണേ. കൃത്യമായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം. ഓക്കെ? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക കേട്ടോ. സോ ദെൻ വി വിൽ വൈൻഡ് അപ്പ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് ആളുകളും കുറവാണ്, പകുതി പേരും കയറിയിട്ടില്ല. ഓക്കെ? അടുത്ത ക്ലാസ്സിൽ എന്നാ ബൈ. ഓക്കെ.